ഹലോ മക്കളെ, അപ്പൊ നാലാമത്തെ ചാപ്റ്ററിലെ എന്താണ് മുഴുവൻ എക്സാമ്പിൾസുകളുമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഓൾ എക്സാമ്പിൾ ഇൻ ഒരു കുടക്കീഴിൽ. ഓക്കെ, അപ്പൊ എല്ലാ എക്സാമ്പിൾസുകളും നമ്മൾ ഇതിനകത്ത് പറയാൻ പോവാണ്. വേഗം എന്ത് ചെയ്യാം, വീഡിയോസിലേക്ക് പോവാം. ആദ്യത്തത് ഹൈഡ്രോളിക് വാഷിംഗ് അഥവാ ജലപ്രവാഹത്തിൽ കഴുകലിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഓർ ഓഫ് ഗോൾഡ് ആണ്. ഓർ ഓഫ് ഗോൾഡ് അഥവാ സ്വർണത്തിന്റെ അയിരാണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. എക്സാമ്പിൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, കൃത്യമായിട്ട് പഠിച്ചേക്കണം. സ്വർണത്തിന്റെ അയിര്. ഓക്കെ, രണ്ടാമതായിട്ട് വരുന്നു പ്ലവന പ്രക്രിയ. പ്ലവന പ്രക്രിയക്ക് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സൾഫൈഡുകളെയാണ്. സൾഫൈഡ്. ഓക്കെ, സൾഫൈഡുകളെയാണ് നമ്മൾ ഫ്ലോട്ടേഷന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. മൂന്നാമതായിട്ട് വരുന്നു മാഗ്നറ്റിക് സെപ്പറേഷൻ. വെരി വെരി ഇമ്പോർട്ടന്റ്. മാഗ്നറ്റിക് സെപ്പറേഷൻ എക്സാമ്പിൾ ആയിട്ട് വരുന്നു ടിൻ സ്റ്റോൺ. ഓക്കെ, ടിൻ സ്റ്റോൺ. ഒരിക്കൽ ഇതിന്റെ കെമിക്കൽ നെയിം കൂടി ചോദിച്ചിട്ടുണ്ട്, മറന്നു പോകരുത്. SnO2 എന്നാണ്. SnO2 എന്നാണ് ടിൻ സ്റ്റോൺ എഴുതുക. ഓക്കെ, ഇനി ലീച്ചിങ്ങിൽ നമ്മൾ ബോക്സൈറ്റിന്റെ ശുദ്ധീകരണം അല്ലെങ്കിൽ ബോക്സൈറ്റ് ആണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഉപയോഗിക്കുന്നത്. ബോക്സൈറ്റ്. ഓക്കെ ആണല്ലോ മക്കളെ. അപ്പൊ ആദ്യഘട്ടം നമ്മൾ എന്ത് ചെയ്തു, ഇതിന്റെ എക്സാമ്പിൾസുകൾ പഠിച്ചു. ഓരോ എക്സാമ്പിൾസുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി രണ്ടാമതായിട്ട് കാൽസിനേഷൻ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് കാൽസിനേഷൻ അല്ലെ. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം വീണ്ടും കാർബണേറ്റുകളാണ്. കാർബണേറ്റുകൾ എക്സാമ്പിൾ ആണ്. അതേപോലെ തന്നെ OH അഥവാ ഹൈഡ്രോക്സൈഡുകൾ. ഹൈഡ്രോക്സൈഡുകൾ ഇതും എക്സാമ്പിൾ ആയിട്ട് പറയാറുണ്ട്. റെഡിയാണല്ലോ. ഇനി റോസ്റ്റിങ്ങിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നു. റോസ്റ്റിങ്ങിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സൾഫൈഡ് ആണ്. സൾഫൈഡ്. ഓക്കെ, വളരെ കൃത്യമായിട്ട് പഠിച്ചു നോക്കുക. അതേപോലെ തന്നെ ചിലപ്പോ നിങ്ങളോട് ചോദിക്കും സിങ്ക് കാർബണേറ്റ് ശുദ്ധീകരിക്കാൻ അല്ലെങ്കിൽ റിഫൈൻ ചെയ്യാൻ ഏത് രീതിയാണ് ഉപയോഗിക്കുക. നമുക്കറിയാം കാർബണേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കാൽസിനേഷനിലൂടെയാണ് കേട്ടോ. അങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക. അപ്പൊ ചോദ്യങ്ങൾ കണ്ടാൽ തിരിച്ചറിയുക കൂടി എന്ത് ചെയ്യണം, ഈ ഒരു എക്സാമ്പിൾ പഠിക്കുന്നതിന്റെ ഒരു ഉദ്ദേശം കൂടി ഉണ്ട്. ഓക്കെ, അടുത്തതായിട്ട് വരുന്നു ലിക്വേഷൻ, ഡിസ്റ്റിലേഷൻ, ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്. ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു നിരയാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്. ലിക്വേഷനിൽ ഏതൊക്കെയാണ് മക്കളെ വരുന്നത്? ഒന്നാമതായിട്ട് വരുന്നു ടിൻ, അതേപോലെ തന്നെ ലെഡ്. ഇതാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്, ടിന്നും അതേപോലെ തന്നെ ലെഡും. ഓക്കെ, ഇനി ഡിസ്റ്റിലേഷനിലെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിസ്റ്റിലേഷൻ കൃത്യമായിട്ട് പഠിച്ചേക്കുക. ഒന്നാമതായിട്ട് കാഡ്മിയം. ഓക്കെ, അതിനെയാണ് നമ്മൾ CD എന്ന് പറയുന്നത്. കാഡ്മിയം മലയാളത്തിൽ എഴുതുന്നുണ്ട്, കാഡ്മിയം. അതേപോലെ തന്നെ സിങ്ക്. ഓക്കെ, സിങ്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ HG അഥവാ മെർക്കുറി. മെർക്കുറിനെ നമ്മൾ എഴുതുന്നത് HG എന്നാണ്, മെർക്കുറി. ഈ മൂന്ന് എക്സാമ്പിൾസുകളും കൃത്യമായിട്ട് പഠിച്ചേക്കുക. കാഡ്മിയം, സിങ്ക്, മെർക്കുറി. ആൻഡ് ലാസ്റ്റ് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് ഉപയോഗിക്കുന്നത് കോപ്പർ ആണ്. ഓക്കെ, അപ്പൊ ഓരോ എക്സാമ്പിളുകളും കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാച്ച് ദ ഫോളോയിങ്, അതേപോലെ തന്നെ വൺ വേർഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരനും കൂട്ടുകാരികൾക്കൊക്കെ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. മാത്രമല്ല അടിപൊളിയായിട്ട് ഷോർട്ട് ട്രിക്കോട് കൂടി ചുരുങ്ങിയ സമയം കൊണ്ട് മുഴുവൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ലൈവ് ഉണ്ട്. ആ ലൈവ് ലിങ്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇന്നത്തെ വൈകിട്ടത്തെ 7:15 ലൈവിന് എല്ലാവരെയും കൂട്ടി വരികയും ചെയ്യാം. അവിടെ വെച്ച് കാണാം. ഗുഡ് ബൈ.